കാര്യം ചേച്ചി? അപ്പോഴേക്കും മറന്നു. രാജു ഋതുമോളെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനെ അറിയിക്കണ്ടേ? ചേച്ചി അത് യാമിനി ഒന്ന് ആലോചിച്ചു നോക്കിയേ. പെട്ടെന്നൊരു ദിവസം രാജുവും ഋതികയും കൂടി ഈ വീട്ടിന്റെ മുറ്റത്ത് വന്നു നിന്ന് ഞങ്ങള് വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഞങ്ങൾ ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാലേ എന്താവൂ അവസ്ഥ? ഋതിക നമുക്ക് നമ്മുടെ മോളെ പോലെയല്ലേ? അവൾക്ക് നാളെ നല്ലൊരു ഭാവി വേണ്ടേ? രാജുവിനെ പോലെ ഒരു ലോ ക്ലാസിന്റെ കൂടെ അവൾ ഇങ്ങനെ ഈ വിവാഹ നാടകം മുന്നോട്ട് കൊണ്ടുപോയാ അവളുടെ അവസ്ഥ എന്താവും? ആദ്യം ഞാൻ അറിഞ്ഞു, ഇപ്പൊ പിന്നെ ദേ നീയും അറിഞ്ഞു. അവര് വിവാഹിതരല്ലെന്ന് അങ്ങനെ ഓരോരുത്തരായി ഈ നാട് മുഴുവൻ അറിയും. നാട്ടുകാരുടെ നാവാ, അത് വെറുതെ ഇരിക്കില്ല. നാട്ടിലെ ഭിത്തികളിലും പിന്നെ മഞ്ഞപത്രങ്ങളിലും ആള് കളിക്കാനായി തുക്കട വ്ലോഗർമാര് വരെ ഈ വിഷയം എടുത്ത് ആഘോഷിക്കും. ഋതികയെ ഒരു സാധാരണ പെൺകുട്ടിയല്ല, അവളൊരു മന്ത്രിയുടെ മകളാ. പ്രതാപൻ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോ യാമിനി എല്ലാം അറിഞ്ഞിട്ടും പ്രതാപനോട് മറച്ചു വെച്ചതിനെ യാമിനിയെ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. അതിന് എനിക്കെന്തറിയാന്നാ ചേച്ചി പറയുന്നേ? അവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ. മോളെ സത്യഭാമേ, നിന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. രാജുവും ഋതികയും തമ്മില് വഴക്കുണ്ടാക്കി അവരുടെ വായിൽ നിന്ന് എല്ലാ സത്യവും പുറത്തു വന്നപ്പോ നീ അത് കണ്ടതും കേട്ടതും ഞെട്ടിയതും ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അതിന് ഋതിക മേഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. ചേച്ചി ഞാൻ വേണ്ട ചേച്ചി, ഞാൻ വിളിക്കാം. ഗുഡ്. എങ്കിലേ ആ ഫോൺ എടുത്ത് വിളിക്കാൻ. വിളിക്കാൻ. ചേച്ചി, പ്രതാപേട്ടൻ കോൾ ആൻസർ ചെയ്യുന്നില്ല. നീ ഒന്നുകൂടെ വിളിക്ക് യാമിനി. അത് വേണോ ചേച്ചി? വേണം. ഇതാ പ്രതാപേട്ടന്റെ മെസ്സേജ്. ഫോണിങ് തന്നെ. ഫോൺ. നാളെ അവൻ വിളിക്കുമ്പോ എല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞോണം. മനസ്സിലായോ? നീ എന്താ യാമിനി പറയുന്നേ? സത്യ ശേഖരേട്ടാ. മേഡം ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരും? അതെന്തു പറ്റി? ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛൻ അർത്ഥം വെച്ച് എന്തോ പറഞ്ഞല്ലോ. എന്താ അത്? അതുകൊള്ള അത് എന്നോടാണ് ചോദിക്കുന്നത്. വേണോങ്ങളോട് തന്നെ നേരിട്ട് ചോദിക്കായിരുന്നല്ലോ.
മാഡത്തിന് അറിയാൻ കാര്യം. മാഡം അറിഞ്ഞൂടാന്ന് വെറുതെ നടിക്കുന്നത്. മാഡം അച്ഛനോട് എന്തോ പറഞ്ഞു കൊടുത്ത് കാണും. യോ എന്റെ പൊന്ന് രാജു, ഞാൻ ആരോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. വേണമെങ്കിൽ ഞാൻ രാജുവിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. ആ, ഹ. എന്നിട്ട് എന്റെ തല പൊട്ടി പോട്ടേന്നല്ലേ? അത് വേണ്ട. എന്റെ രാജു, ഞാൻ വേണുങ്ങളിനോട് ഒന്നും പറഞ്ഞില്ല. അങ്കിളുടെ ആഗ്രഹം പറയുന്നു. രാജു അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും പറഞ്ഞു നടന്നോ. എന്നോട് വർമ്മ സാറിന് ഒരു വിശ്വാസമുണ്ട്. എനിക്ക് അത് കാത്തു സൂക്ഷിക്കണം. അതെന്റെ ഉത്തരവാദിത്വ. പക്ഷേ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. രാജു, എന്നെ വിട്ടേക്ക്. സമയം ഒത്തിരിയായി. എനിക്ക് കിടന്നുറങ്ങണം. മാഡത്തിന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. എനിക്കല്ല സമാധാനം നഷ്ടപ്പെട്ടത്. ഞാൻ എങ്ങനെ ഉറങ്ങും? എന്താ, ഞാനിവിടെ ഉള്ളതാണോ രാജുവിന്റെ സമാധാനക്കേട്? ആ, അത് സത്യമല്ലേ? രാജു, ഇങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കി ഇൻസൾട്ട് ചെയ്യരുത്. ഇത് വളരെ മോശം, വളരെ മോശം. അയ്യോ, ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചൊന്നും അല്ല. ഞാൻ കാര്യം പറഞ്ഞത്. പക്ഷേ അത് എനിക്ക് ഇൻസൾട്ട് ആയിട്ടാ തോന്നിയേ. സത്യം പറഞ്ഞല്ലേ, ചില നേരത്തെ രാജുവിന്റെ സ്വഭാവം കണ്ട ഒരു വടി വെട്ടി നല്ല അടിയെ തരണ്ടേ. ആ, ഇനി അതിന്റെ ഒരു കുറവും കൂടി മാത്രമേ ഉള്ളൂ. അതെന്താ എത്ര വൈകിയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോ തൃപ്തിയായി. വടി വേണമെങ്കിൽ ഞാൻ വെട്ടിത്തരാം.